ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടോക്സ് ബൈ അലൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് Wow. കുറച്ച് ഹാൻഡ് മെയ്ഡ് സ്റ്റാമ്പ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ബട്ടർ പേപ്പർ വേണം, കുറച്ച് ഐസ് വേണം, പിന്നെ അതേപോലെ സ്റ്റാമ്പ്സിന് പകരമായിട്ട് നമ്മൾ കോയിൻസ് എടുക്കുന്നുണ്ട്. നെയിൽ പോളിഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്യാനാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്പ്രേ കുപ്പിൻ്റെ ഒരു അടപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും സാധനമാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഐസിനകത്ത് നമ്മൾ കുറച്ച് ഒരു 2 സെക്കൻഡ്സ് നമ്മളെന്താ കോയിൻസ് അതേപോലെ സ്റ്റാമ്പ്സ് അങ്ങനത്തെ സംഭവങ്ങൾ ഒന്ന് വെച്ച് കൊടുക്കണം. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൂ ഗണ്ണ് ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യണത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഈസി ആയിട്ട് വരും. പിന്നെ അതേപോലെ നമ്മുടെ കയ്യിൽ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തിട്ടുണ്ട്, ബട്ടൺസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഞാൻ കുറച്ച് പേപ്പറിൽ നിന്ന് സ്റ്റിക്കറായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുമുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഗ്ലൂ ഗണ്ണ് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചുറ്റിച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഐസിൽ വെച്ചിട്ടുള്ള കോയിൻസ് ആണെങ്കിലും നെയിൽ പോളിഷിൻ്റെ ആ സാധനങ്ങൾ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതേപോലെ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യം നമ്മുടെ അതിൻ്റെ പശ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് അതേപോലെ സെയിം ആയിട്ട് ചെയ്യാം. പിന്നെ ആ ബട്ടൺസിൻ്റെ എന്ന് പറഞ്ഞാൽ ബട്ടൺസ് കുറച്ച് വലുതായതുകൊണ്ടും ആ നെയിൽ പോളിഷിൻ്റെ അത് ഉള്ളിൽ കുഴി ആയതുകൊണ്ടും അത് പൊട്ടിപ്പോയി. അതിൻ്റെ സൈഡ് അത് കുഴപ്പമില്ല, ഇതിൻ്റെ ഭംഗിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡ് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നെയിൽ പോളിഷിൻ്റെ ജെല്ലുണ്ടല്ലോ അത് സൈഡായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഇതേപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അടുത്തതിൽ കാണാൻ പറ്റുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, ലവ് യു ഓൾ.